ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്കാണ്, എല്ലാ ഭർത്താക്കന്മാരുടെയും ശ്രദ്ധയ്ക്കാണ്. മറ്റൊന്നുമല്ല, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ 2 സെൻറ്റ് വസ്തു വാങ്ങി അതിലൊരു വീട് വയ്ക്കുക. ഒരു കാരണവശാലും ഭാര്യയുടെയോ മക്കളുടെയോ പേരിൽ വാങ്ങരുത്. അങ്ങനെ വാങ്ങിയാൽ ചില കുടുംബങ്ങളിൽ അമ്മമാർക്ക് മക്കൾ പറയുന്ന കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. മക്കളെ തള്ളിപ്പറയുന്ന അമ്മമാർ ചുരുക്കമാണ്. അതുകൊണ്ട് ഈ അച്ഛന്മാരെ ചില മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അമ്മമാരെ ഇഷ്ടവുമായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് മക്കളുടെ അനുവാദമില്ലാതെ അച്ഛനെ ശുശ്രൂഷിക്കാൻ ഒക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്തു തന്നെയായാലും നിങ്ങൾ വാങ്ങുന്ന 1 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിലും അത് നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കും അവകാശപ്പെടുന്നതാണ്. എത്ര കാലം കഴിഞ്ഞു പോയാലും എത്ര ബന്ധുക്കളുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം പേര് കിടക്കുന്ന, അതായത് ഭർത്താക്കന്മാരുടെ സ്വന്തം പേര് കിടക്കുന്ന വസ്തു ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ് അവകാശം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ നിങ്ങൾ 2 സെൻറ്റ് മേടിച്ച് വീട് വയ്ക്കാവൂ. നമ്മളിപ്പോൾ പൊതുവേ കണ്ടുവരുന്നതാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരായാലും സ്വദേശത്ത് ജോലി ചെയ്യുന്നവരായാലും ജോലിയൊക്കെ ചെയ്ത് കുറേ കാലങ്ങൾ കഴിഞ്ഞ് വീടൊക്കെ വെച്ച് പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടിലേക്ക് വരുന്നവരും അല്ലെങ്കിൽ വാർദ്ധക്യം അവരെ കാർന്നു തിന്നുന്ന ഒരു സാഹചര്യം വരുമ്പോഴും അവരുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് അസുഖമൊക്കെ ബാധിച്ച് കഴിയുന്ന സാഹചര്യങ്ങളിൽ ഈ വീട്ടുകാർക്കോ മക്കൾക്കോ ഒന്നും, സ്വന്തം ഭാര്യയ്ക്ക് പോലും, എന്തിന് മക്കളുടെ കാര്യം പറയുന്നേ, സ്വന്തം ഭാര്യയ്ക്ക് പോലും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കൊക്കെ പിന്നെ നിങ്ങളെ ഒരു ബാധ്യതയായി തോന്നിയെന്ന് വരാം. എല്ലാ വീട്ടിലും അങ്ങനെ വരണമെന്നില്ല, എങ്കിൽ തന്നെയും ബാധ്യതയായി തോന്നിയെന്ന് വരാം. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വന്തം പേരിലുള്ള 2 സെൻറ്റ് വസ്തുവും അതിലൊരു വീടുമാണെങ്കിൽ നിങ്ങളെ ആരും അടിച്ചിറക്കത്തില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എങ്കിൽ തീർച്ചയായിട്ടും അവരാണ് പുറത്തു പോകേണ്ടവർ. നിങ്ങളൊരിക്കലും പെരുവഴി കിടക്കേണ്ടി വരില്ല. അതും ചില സ്ത്രീകളെ പലരും താങ്ങാൻ ആൾക്കാർ കാണും, പക്ഷേ പുരുഷന്മാരെ താങ്ങാൻ ആൾക്കാരാരും കാണത്തില്ല. ആരോഗ്യമുള്ള സമയത്ത് സുഹൃത്തുക്കൾ മദ്യം വാങ്ങിത്തരാൻ കാണും, പക്ഷേ 1 കിലോ അരി വാങ്ങിത്തരാനോ വെയ്യാതെ കിടക്കുമ്പോൾ ഒരു നേരത്തെ മരുന്ന് മേടിച്ച് തരാനോ ചില സുഹൃത്തുക്കളൊന്നും മടിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആണുങ്ങൾ കണ്ണീര് കുടിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാകാം. ആ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യണമെങ്കിൽ സ്വന്തം അധ്വാന ഫലത്തിൽ അത് 2 സെൻറ്റ് ആവട്ടെ 1 സെൻറ്റ് ആവട്ടെ, അതിലൊരു മാടമായിക്കോട്ടെ, അത് സ്വന്തം പേരിൽ തന്നെ വയ്ക്കണം. ഒരു ഓല മേഞ്ഞ ഷെഡായാൽ പോലും അത് സ്വന്തം പേരിലായിരിക്കണം. അത് പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യകാലമൊക്കെ ഭാര്യയായാലും മക്കളായാലും പഞ്ചാര വർത്തമാനമൊക്കെ പറയും. ആദ്യമൊക്കെ നമ്മളോട് നല്ല സ്നേഹമായിരിക്കും. എടുത്ത് ഞാൻ പറയുന്നു, എല്ലാ ഭാര്യമാരും ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല, എല്ലാ മക്കളും അങ്ങനെ ആകണമെന്നില്ല. എങ്കിലും പുരുഷന്മാർക്ക് ഒരു കരുതലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്ന കാര്യം. അപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഭാര്യമാർ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല, മക്കളുടെ സമ്മതമില്ലാതെ ചില കാര്യങ്ങൾ ചില അമ്മമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ പെരുവഴിയിലാകും. ആകാതിരിക്കണമെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു, 1 സെൻറ്റ് ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, അതും നിങ്ങളുടെ പേരിലായിരിക്കണം. അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് 10 രൂപ കരുതലില്ല എങ്കിൽ അവസാനം ഗോവിന്ദ എന്നാവും. കാരണം ഒരുപാട് മനുഷ്യർ അച്ഛനമ്മമാരെ ഭാരമായിട്ട് അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുവന്നാക്കുന്നു. ഇപ്പോൾ അനാഥ മന്ദിരത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അവിടെ ആൾക്കാരുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു. ഒരുപാട് മക്കളെ പോറ്റി വളർത്തിയ അമ്മയും അച്ഛനെയും നോക്കാൻ, ഒരേ ഒരു അമ്മയും അച്ഛനെയും നോക്കാൻ മക്കൾക്ക് മടിയായ കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് എടുത്തു പറയാൻ കാരണം. പലരീ ഇടയ്ക്ക് കൊല്ലത്തും അങ്ങനെ സംഭവിച്ചു. ക്യാൻസർ പേഷ്യൻ്റായ അച്ഛനെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് മക്കൾ തള്ളിക്കളഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് വരരുത്. ഇതുവരെയുള്ളതെല്ലാം പോട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ കരുതലോടെ ജീവിക്കണമെന്നാണ് പറയുന്നത്. എത്ര നല്ല മക്കളെന്ന് പറഞ്ഞാലും എത്ര നല്ല ഭാര്യയെന്ന് പറഞ്ഞാലും പുരുഷന്മാർക്കൊരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവസാനം നാരായണ ജപിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കും, നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് നീ എന്ത് ചെയ്തു എന്ന്.
എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു എന്ന് പറയുമ്പോൾ പെറ്റുള്ളവർ വന്ന് ഭാര്യയോടും മക്കളോടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന വർത്തമാനം എന്തുവെന്നറിയാമോ? വിദേശ രാജ്യങ്ങളിൽ പോയി സുഖിച്ചത്, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തപ്പോഴേ കൊണ്ടുനടന്ന് സുഖിച്ചത്, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ഈ വീട് വെച്ചതും ഒക്കെ എൻ്റെ സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടാണ് ഞാനിതെല്ലാം വെച്ചത് എന്ന് പറയുന്ന കാലം വരും. ചില ഭാര്യമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടുകൊണ്ട് ചില സ്ത്രീകൾ വേണമെങ്കിൽ എന്നെ കുറ്റം പറയും, എന്നാലും ഒന്നുമില്ല, അവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ സ്ത്രീകളുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലരൊക്കെ അങ്ങനെ സംഭവിക്കും. പുരുഷന്മാർ എന്തൊക്കെ ചെയ്തു കൊണ്ട് കൊടുത്താലും വെള്ളത്തിൽ വരച്ച വരയായി തന്നെ മാറും. ആ ഒരവസ്ഥ ഇനിയുള്ള പുരുഷന്മാർക്കെങ്കിലും ഉണ്ടാകരുത് എന്നും പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വീണ്ടും ഇട്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാതിരിക്കേണ്ട, അഭിപ്രായം പറയാൻ തെറി വിളിക്കാതിരുന്നാൽ മതി. അഭിപ്രായം സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെന്നുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.